അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 30 ഞായറാഴ്ച. കൊയിലാണ്ടി MLA-യും CPM നേതാവുമായ കാനത്തിൽ ജമീല അന്തരിച്ചു. 59 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഡിസംബർ 2 നടത്തും. കാനത്തിൽ ജമീലയുടെ രാഷ്ട്രീയ പ്രവേശം SFIയിൽ കൂടിയായിരുന്നു. വിവാഹശേഷം കോഴിക്കോട്ടെ തലക്കുളത്തൂരിൽ എത്തിയതോടെ സജീവ പാർട്ടി പ്രവർത്തകയായി മാറി. ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്ന 1995-ലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി ജനവിധി തേടി തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി. 2005-ലാണ് കാനത്തിൽ ജമീല ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത്. 2010-ലും 2020-ലും ജമീല കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ N. സുബ്രഹ്മണ്യനെ പരാജയപ്പെടുത്തിയാണ് കൊയിലാണ്ടിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയത്. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയടക്കം നിരവധി നേതാക്കൾ അനുശോചനം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പുരോഗതി വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിവാര യോഗത്തിലും പരാതി പ്രവാഹം. തദ്ദേശ വോട്ടെടുപ്പ് ദിവസം തന്നെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വാശിയെന്തെന്ന് കോൺഗ്രസും ഇടതു പാർട്ടികളും ചോദിച്ചു. ഫോം ഒപ്പിട്ടവരെല്ലാം കരട് പട്ടികയിൽ വരുമെങ്കിൽ SIR-ന്റെ പ്രസക്തി എന്തെന്ന സംശയം BJPയും ഉന്നയിച്ചു. ഒഴിവാക്കപ്പെടുമെന്ന ആശങ്കയുള്ളവരെ കമ്മീഷൻ സഹായിക്കുമെന്ന് CEO രത്തൻ ഖേൽക്കർ മറുപടി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു വീണ്ടും റിമാൻഡിൽ. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ KS ബൈജുവിനെ 4 മണിവരെ SIT-യുടെ കസ്റ്റഡിയിൽ നൽകിയിരുന്നു. കസ്റ്റഡി സമയം അവസാനിച്ചതോടെയാണ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തത്. ശബരിമലയിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ ചുമക്കുന്നത് നിർത്തലാക്കി ഹൈക്കോടതി. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് സൌകര്യം നിർബന്ധമാക്കണം. നിലവിൽ സന്നിധാനത്ത് വെച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിലാണ് പമ്പയിലേക്ക് മാറ്റുന്നത്. ഇത്തരം രീതിയിൽ മൃതദേഹങ്ങൾ മാറ്റുന്നതിൽ ഞെട്ടലും അതൃപ്തിയും ഹൈക്കോടതി രേഖപ്പെടുത്തി. ഈ കാഴ്ച മലകയറി വരുന്നവർക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സീൽഡ് കവറിൽ രേഖകൾ നൽകിയത്. 9 തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതിനുള്ള തെളിവുകൾ പെൻഡ്രൈവിൽ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ച് ശശി തരൂർ MP. ആരോപണങ്ങൾ ഉയരുമ്പോൾ ചിലർ രാജിവെക്കും, ചിലർ തുടരും. അത് ഓരോരുത്തരുടെയും മനസാക്ഷിയുടെ വിഷയമാണെന്ന് ശശി തരൂർ പറഞ്ഞു. കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖം വേണമെന്നും തരൂർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമാണെന്നും കോൺഗ്രസ് പാർട്ടി ആടിയുലയുകയാണെന്നും മന്ത്രി V. ശിവൻകുട്ടി. അതേസമയം രാഹുലിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശത്തിലും ശിവൻകുട്ടി പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ലെന്നും ഇത്ര ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പറയണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നന്നായി അറിയുന്ന ആളായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹീനകൃത്യത്തെ ന്യായീകരിക്കുന്നതിലൂടെ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും തെറ്റിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുണ്ടെന്നും CPM നേതാവ് EP ജയരാജൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്ന നേതാക്കളുടെ വീട്ടിൽ ഭാര്യയും മക്കളും ഇല്ലേയെന്നും EP ജയരാജൻ ചോദിച്ചു. VD സതീശൻ പറയുന്ന നിലപാടല്ല സുധാകരനും മറ്റുള്ളവരും സ്വീകരിക്കുന്നതെന്നും സതീശൻ ഒറ്റപ്പെട്ടു എന്ന് താൻ പറയുന്നില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. വിനോദസഞ്ചാരികൾ കുടുങ്ങിയ മൂന്നാർ ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിന് കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ. സ്ഥാപനത്തിന് റെസ്റ്റോറന്റ് ലൈസൻസില്ല. നടത്തിപ്പുകാരായ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്.
ലൈസൻസ് ഇല്ലാത്ത എല്ലാ സാഹസിക വിനോദങ്ങൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. സ്കൈ ഡൈനിങ്ങിന് ആകെ ഉണ്ടായിരുന്നത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ മാത്രം അനുമതിയാണെന്ന് കണ്ടെത്തി. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. മുനമ്പത്ത് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ ഭൂസംരക്ഷണ സമിതിയിൽ ഭിന്നത. മന്ത്രി പി രാജീവ് സമരക്കാർക്ക് നാരങ്ങാനീര് നൽകി ഇന്ന് സമരം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഭൂസംരക്ഷണ സമിതി കോർ കമ്മിറ്റിയുടെ പ്രഖ്യാപനം. എന്നാൽ സംസ്ഥാന സർക്കാർ വഞ്ചിക്കുകയാണെന്ന ആരോപണവുമായി സമരസമിതിയിലെ ബിജെപി അനുകൂലികൾ ഇന്നു മുതൽ ബദൽ സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി എ ഉമേഷ് മെഡിക്കൽ അവധിയിൽ പ്രവേശിച്ചു. വടകര ഡിവൈഎസ്പിയാണ് ഉമേഷ്. ഇസിജിയിൽ വ്യതിയാനം വന്നതിനെ തുടർന്നാണ് മെഡിക്കൽ അവധിയിൽ പ്രവേശിക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. നാദാപുരം കൺട്രോൾ റൂം ഡിവൈഎസ്പിക്കാണ് പകരം ചുമതല. കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ച വടകര ഡിവൈഎസ്പിക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുമായി അന്വേഷണ റിപ്പോർട്ട്. വടക്കഞ്ചേരി സിഐ ആയിരുന്നപ്പോൾ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച് കേസെടുക്കാതെ ഉമേഷ് വിട്ടയച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പോലീസ് എന്ന ഔദ്യോഗിക പദവി ഉമേഷ് ദുരുപയോഗം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമി തരംമാറ്റലിന് കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസർ പിടിയിലായി. ഒളവണ്ണ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോനാണ് വിജിലൻസ് പിടിയിലായത്. എറണാകുളം കോതമംഗലം സ്വദേശിയാണ് ഉല്ലാസ് മോൻ. ഭൂമി തരം മാറ്റി നൽകുന്നതിനായി 8 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. കോഴിക്കോട് സ്വദേശിയാണ് പരാതിക്കാരൻ. 1.62 ഏക്കർ ഭൂമി തരം മാറ്റാനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് അക്കൌണ്ട്. വിയറ്റ്നാമിലെ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് വ്യാജ വാട്സ്ആപ്പ് അക്കൌണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ അക്കൌണ്ടിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശം പലർക്കും ലഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ പേരിലാണ് പണം ആവശ്യപ്പെടുന്നത്. സംഭവത്തെ തുടർന്ന് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു. മലപ്പുറം കൊളത്തൂരിൽ സിദ്ധൻ ചമഞ്ഞ പീഡനം നടത്തിയ യൂട്യൂബ് ചാനൽ ഉടമ പിടിയിൽ. ദിവ്യഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. മലപ്പുറം ഉദിരംപൊയിൽ സ്വദേശി സജൽ ചെറുപാണക്കാടിനെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നും കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് പ്രതി. പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥിയുടെ മേൽ കരിയോയിൽ ഒഴിച്ചു. മെഴുവേലി പഞ്ചായത്ത് 10ാം വാർഡിൽ മത്സരിക്കുന്ന ബിജോ വർഗീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബൈക്കിൽ പോകുമ്പോഴായിരുന്നു സംഭവം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർ വിളിച്ചു ചേർത്ത സ്ഥാനാർത്ഥികളുടെ മീറ്റിംഗിൽ പങ്കെടുത്ത് തിരികെ വാർഡിലേക്ക് പ്രവർത്തനത്തിന്റെ ഭാഗമായി കടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. വരും വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം, സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഒരുമിച്ച് നടത്തുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തിരൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിലെ 2ാം പ്രതിക്കും വധശിക്ഷ. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി 3 ശിക്ഷ വിധിച്ചത്. കേസിലെ 1ാം പ്രതിയായ പ്രബീഷിന് കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു. ഒഡീഷ ജയിലിലുള്ള 2ാം പ്രതി രജനിയെ ഇന്നലെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് കേസിലെ 2ാം പ്രതിയുടെ ശിക്ഷ കോടതി വിധിച്ചത്. റിയാദിൽ ജയിലിൽ മോചനം കാത്തുകഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് ഫയൽ ഗവർണറേറ്റിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ട്. ഫയൽ അയച്ചതായുള്ള വിവരം അഭിഭാഷകർക്കും ഇന്ത്യൻ എംബസിക്കും പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരിനും ലഭിച്ചതായി റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ചെയർമാൻ അറിയിച്ചു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് തറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഡിറ്റുവ ചുഴലിക്കാറ്റ് ഭീകരനാശം വിതച്ച ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഭരണകൂടം. നാശനഷ്ടം കനത്തതോടെ ശ്രീലങ്കയിൽ ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെലനി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൊളംബോ പ്രളയഭീതിയിലാണ്.
ശ്രീലങ്കയിൽ ഡിസംബർ 16 വരെ സ്കൂളുകൾ അടച്ചിടും. കൊളംബോ തുറമുഖം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ശ്രീലങ്കയിൽ 159 പേരുടെ ജീവനെടുത്ത ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ന് വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപമുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരും. തമിഴ്നാട് തീരത്തും പുതുച്ചേരിയിലും ശക്തമായ മഴയും തമിഴ്നാട്ടിൽ മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ റെഡ് അലർട്ടും ചെന്നൈ അടക്കം 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ തത്സമയ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ നിർണായകമായ റഡാർ സംവിധാനം മംഗളൂരുവിൽ പ്രവർത്തനക്ഷമമായി. കർണാടകയിലെയും കേരളത്തിലെയും കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കൃത്യമാക്കുന്നതിന് വേണ്ടിയാണ് മംഗളൂരുവിൽ പുതിയ റഡാർ സ്ഥാപിച്ചത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ ആദ്യ ഡോപ്ലർ റഡാറാണ് ഇത്. അൽഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർ ഷഹീൻ ഷാഹിദിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് 18 ലക്ഷം രൂപ കണ്ടെത്തിയതായി NIA. വ്യാഴാഴ്ച രാത്രി ദേശീയ അന്വേഷണ ഏജൻസി സംഘം 18 ലക്ഷം രൂപ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 32ാം നമ്പർ മുറിയിലെ അലമാരയിൽ ഒളിപ്പിച്ചുവച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. സർവകലാശാലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിന് പ്രവർത്തിക്കാനുള്ള പണമാണിതെന്നും സംശയിക്കുന്നു. മുസ്ലിം സമൂഹത്തെ അപകീർത്തിപ്പെടുത്താൻ ജിഹാദ് എന്ന പദം മനഃപൂർവ്വം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ജംഇയ്യത്ത് ഉലമ ഇ ഹിന്ദ് പ്രസിഡന്റ് മൌലാന മഹ്മൂദ് മദനി. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം അടിച്ചമർത്തലിനെതിരായ പോരാട്ടം എന്നാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഈ പദം വളച്ചൊടിക്കാൻ കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാരിലും മാധ്യമങ്ങളിലും ഉത്തരവാദിത്തമുള്ള ആളുകൾ പോലും ലജ്ജയില്ലാതെ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ തകർക്കപ്പെടുന്നുവെന്നും അവരെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും മദനി ആരോപിച്ചു. ഭരണഘടനയും നിയമവും ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമേ സുപ്രീം കോടതിയെ പരമോന്നതമായി കണക്കാക്കാൻ കഴിയൂവെന്നും അദ്ദേഹം വാദിച്ചു. അടിച്ചമർത്തൽ ഉണ്ടാകുമ്പോഴെല്ലാം ജിഹാദ് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മദനി സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ആരോപിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ വാക്പോര്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നുവെന്നും കള്ളം പറയുന്നുവെന്നും TMC ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി വിമർശിച്ചു. BLOമാരെ ഭീഷണിപ്പെടുത്തരുതെന്ന് തൃണമൂൽ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയ കമ്മീഷൻ ബംഗാളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കുൾപ്പെടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. കുടുംബ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് താൻ എഴുതിയ ലേഖനത്തിൽ വിമർശിച്ചത് സമൂഹത്തെയാണെന്ന് ശശി തരൂർ MP. ജനങ്ങൾക്കൊപ്പം നടക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നേതാക്കളെയാണ് ആവശ്യം. അതാണ് ജനാധിപത്യത്തിന് ഗുണം ചെയ്യുകയെന്നും തരൂർ പറഞ്ഞു. ബംഗ്ലാദേശിലെ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ബാങ്ക് ലോക്കറിൽ നിന്ന് സ്വർണം കണ്ടെടുത്തതായി അഴിമതി വിരുദ്ധ അധികൃതർ. 11.5 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന 10 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ അഗ്നിബാധയിൽ കൊല്ലപ്പെട്ടവരോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ച് 3 ദിവസത്തേക്കുള്ള ദുഃഖാചരണം ആരംഭിച്ചു. ഹോങ്കോങ് നഗരത്തിലെ 80 വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഏറ്റവും വലിയ അഗ്നിബാധയാണ് ബുധനാഴ്ച തായ്പോയിൽ സംഭവിച്ചത്. 128 പേരാണ് അഗ്നിബാധയിൽ കൊല്ലപ്പെട്ടത്. ബഹുനില കെട്ടിട സമുച്ചയത്തിന്റെ 7 ബ്ലോക്കുകളാണ് കത്തിയമർന്നത്. കനത്ത മഴയെ തുടർന്ന് ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 303 ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയാണ് വലിയ ദുരിതത്തിന് കാരണം. 300ഓളം പേരെ കാണാനില്ലെന്നാണ് വിവരം. സുമാത്ര പ്രവിശ്യയിലെ 15 നഗരങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി. 17,000 വീടുകൾ വെള്ളത്തിൽ മുങ്ങിയെന്നാണ് കണക്ക്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് എന്നിവയുടെ വലിയ ഭാഗങ്ങൾ ഒരാഴ്ചയായി ചുഴലിക്കാറ്റ് മൂലമുള്ള പേമാരിയിൽ വലയുകയാണ്. കരുതൽ ശേഖരത്തിൽ നിന്ന് സ്വർണം ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കാനൊരുങ്ങി റഷ്യയുടെ കേന്ദ്ര ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് റഷ്യ. റഷ്യൻ കറൻസിയായ റൂബിളിന്റെ വിലയിടിവും ബജറ്റിലെ കമ്മിയും നേരിടുന്നതിന്റെ ഭാഗമായാണ് CBR കരുതൽ ശേഖരത്തിൽ നിന്ന് സ്വർണം വിറ്റഴിക്കാൻ തീരുമാനിച്ചതെന്ന് യുക്രൈൻ ന്യൂസ് ഏജൻസിയായ UNN-നെ ഉദ്ധരിച്ച് kitco.com റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ ഷാഡോ കപ്പൽ വ്യൂഹത്തിൽ ഉൾപ്പെട്ട കപ്പലിനു നേർക്ക് തുർക്കിയിലെ കരിങ്കടൽ തീരത്ത് വെച്ച് ആക്രമണം. വെള്ളത്തിലൂടെ എത്തിയ ആളില്ലാ യാനം ഉപയോഗിച്ചായിരുന്നു എണ്ണക്കപ്പലായ വിരാടിന് നേർക്ക് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നാലെ കപ്പലിന്റെ ഒരറ്റത്തുനിന്ന് തീയും പുകയും ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം.
3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ജാർഖണ്ഡിലാണ്. മത്സരം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.